മഹായിടയന് അന്ത്യാഞ്ജലി അർപ്പിച്ച ലോകം. പ്രധാന വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ. വിയോഗ ദുഃഖത്തിൽ ലോകം. ആദരമർപ്പിച്ച രാഷ്ട്ര നേതാക്കൾ. പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങി വത്തിക്കാൻ. ഷൈൻ ടോമിനെതിരെ പരാതിയില്ലെന്ന് വിൻസി അലൂഷ്യസ്. കേസ് ഒത്തുതീരുന്നു. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് വിൻസി. താരസംഘടനയ്ക്ക് ഷൈൻ ഇന്ന് വിശദീകരണം നൽകും. ആലപ്പുഴയിൽ ഷൈൻ ടോം ചാക്കോയെ കാത്തിരിക്കുന്നത് വൻ കുരുക്ക്. ഷൈനും ശ്രീനാഥ് ബാസിയുമായി ലഹരി ഇടപാടിന് അപ്പുറമുള്ള ബന്ധമെന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമ. നടന്മാർക്ക് ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്തിൽ തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും തസ്ലിമ അന്വേഷണ സംഘത്തോട്. ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. 4 ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമെന്ന് കേരളത്തിന്റെ വാദം. കേസ് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിൽ. വഴി ക്ലിയർ ആണെങ്കിലും അൻവറിന്റെ UDF പ്രവേശനത്തിൽ വ്യക്തതക്കുറവ്. ഉപാധികൾ ഉണ്ടാകുമെന്ന് സൂചന. മുന്നണിയിൽ പ്രത്യേക ക്ഷണിതാവാക്കുന്നതും ആലോചനയിൽ. അൻവർ നാളെ കോൺഗ്രസ് നേതാക്കളെ കാണും. IB ഓഫീസർ മേഘയെ മരണത്തിലേക്ക് തള്ളിവിട്ട സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പോലീസ് റിപ്പോർട്ട് നൽകും. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട IB. മുതലപ്പൊഴിയിൽ പൊഴിമുറിക്കൽ വേഗത്തിലാക്കും. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിക്കും. വള്ളങ്ങൾക്ക് കടലിലേക്ക് വഴിയൊരുക്കാൻ തീവ്രശ്രമം. കണ്ണൂരിൽ നിന്ന് ഡ്രഡ്ജർ മറ്റന്നാൾ എത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദിയിലേക്ക്. സന്ദർശനം. കിരീടാവകാശി സൽമാൻ രാജകുമാറിന്റെ ക്ഷണം സ്വീകരിച്ച് സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യം. ഊർജ്ജ, പ്രതിരോധ, വ്യാപാര മേഖലകളിൽ കരാറുകളിൽ ഒപ്പിടും. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. ഇന്ന് ജയ്പൂർ കൊട്ടാരം സന്ദർശിക്കും. നാളെ താജ്മഹലിലേക്ക്. വാൻസിനും കുടുംബത്തിനും അത്താഴ വിരുന്ന് നൽകി പ്രധാനമന്ത്രി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പുരോഗതിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്നലെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരമർപ്പിക്കുകയാണ് ലോകം. സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരലും കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവന്നി ബാറ്റിസ്റ്റയും നേതൃത്വം നൽകും. റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും ജനകീയനായ പാപ്പയുടെ അന്ത്യവിശ്രമം. ഇന്ത്യ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേർന്നു ഡെസ്കിൽ നിന്ന്. അപർണ, ഇനി അറിയേണ്ടത് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് എന്നതാണ്. അത് എപ്പോഴായിരിക്കും തീരുമാനിക്കുക? അത് കഴിഞ്ഞാൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ എപ്പോൾ ആരംഭിക്കും? ശ്രീജ, പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളോടുകൂടിയാണ് മാർപ്പാപ്പമാരുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ആ പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അത് പോപ്പ് ഫ്രാൻസിസ് തന്നെ തൻ്റെ മരണപത്രത്തിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ച് എവിടെയാണ് സംസ്കരിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ശവപേടകത്തിലാണ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടത്, എങ്ങനെയാണ് തൻ്റെ പേര് ആലേഖനം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയതനുസരിച്ച് പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. ഏതായാലും ബുധനാഴ്ച തൊട്ട്, നാളെ തൊട്ട് പോപ്പിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വത്തിക്കാൻ കടക്കുകയാണ്. ഇതിനോടകം തന്നെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വലിയ ജനാവലി തടിച്ചുകൂടിയിട്ടുണ്ട്. മെഴുകുതിരികളൊക്കെ കത്തിച്ചു വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മരിച്ചതിനു ശേഷം 4 ദിവസം തൊട്ട് 6-ാം ദിവസം വരെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ ആഴ്ച അവസാനിക്കുമ്പോഴാണ് കർദിനാൾ കോളേജ് നാളെ തുടങ്ങുന്നത്. ജനറൽ കോൺഗ്രിഗേഷനിൽ എപ്പോഴാണ് സംസ്കാര ചടങ്ങ് എന്നുള്ളതിന് കൃത്യമായിട്ട് തീരുമാനമുണ്ടാവുക. അപ്പോഴാണ് ഒരു 4 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ വത്തിക്കാനിൽ നിന്ന് ഏത് ദിവസമായിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ വന്നേക്കും എന്നും പറയുന്നുണ്ട്. ലളിതമായിട്ടൊരു ചടങ്ങ് വേണം തന്നെ സംസ്കാര ചടങ്ങുകൾ. 3
ശവപേടകങ്ങളിലായിട്ടുള്ള പൊതുദർശനമാണ് നടക്കാറുള്ളത്. ഇത്തവണ അത് പാടുകയില്ല. അങ്ങനെയല്ല വേണ്ടത്, തനിക്ക് മരം കൊണ്ട് നിർമ്മിച്ച ശവപേടകമാണ് വേണ്ടത് എന്ന് പോപ്പ് മരണപത്രത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഒപ്പം വത്തിക്കാന്റെ ഗ്രോട്ടോകൾ അതിനകത്ത് ഉണ്ടാവുകയില്ല. സാന്താ മറിയ മാജിയോറ ബസിലിക്കയിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. ലാറ്റിനിൽ ഫ്രാൻസിസ് എന്ന് മാത്രം രേഖപ്പെടുത്തണം എന്നുകൂടിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ ആദരാഞ്ജലികൾ എത്തുകയാണ് വത്തിക്കാനിലേക്ക്. ഡൊണാൾഡ് ട്രംപ് ഫസ്റ്റ് ലേഡി മെലാനിയയും റോമിൽ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അർജന്റീനൻ പ്രസിഡന്റ് ദേശീയ തലത്തിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം ഇന്ത്യ 3 ദിവസത്തെ ദുഃഖാചരണം നടത്തും. പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടിക്കൊണ്ട് എന്നുള്ള കാര്യമാണ് വരുന്നത്. വത്തിക്കാനിൽ ഇതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നു. നൊവേഡിയാൽ എന്ന് പറയുന്ന 9 ദിവസത്തെ ദുഃഖാചരണം ആരംഭിക്കാൻ ഒരുങ്ങിയാണ്. സെഡെ വെക്കാൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ. അതായത് പോപ്പിൻ്റെ പാപ്പൽ അപ്പാർട്ട്മെൻറ്റുകൾ അടച്ച് അത് മുദ്രണം ചെയ്ത് സീൽ വെച്ച് മുദ്രണം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അത് അല്പം മുൻപാണ് നടന്നത്. അങ്ങനെ സെഡെ വെക്കാൻ്റെ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 7 ഘട്ടങ്ങളായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അതിൽ ഡെത്ത് മരണപ്രഖ്യാപനം ഉണ്ടായി. അതിനുശേഷമാണ് സെഡെ വെക്കാൻ്റെ, അത് ഒരു 3 മണിക്കൂർ മുമ്പാണ് അത് തുടങ്ങിയിരിക്കുന്നത്. പാപ്പൽ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം പൊതുദർശനത്തിനായിട്ടുള്ള തയ്യാറെടുക്കുന്നത്. സാധാരണ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആണ് ഇതിൻ്റെ മാസ് കുർബാന നടക്കാറുള്ളത്. ഒപ്പം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇതിനു മുൻപുള്ള മാർപ്പാപ്പമാരുടെ ഭൗതിക ശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെയാണ്. പക്ഷേ പോപ്പ് ഫ്രാൻസിസ് നിർദ്ദേശന പ്രകാരം സാന്റാ മറിയ മെഗോറിയയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുക. അങ്ങനെ 9 ദിവസത്തെ ദുഃഖാചരണം നൊവെൻഡിയാൽ എന്ന് പറയുന്ന ഔദ്യോഗിക ദുഃഖാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷമാണ് കോൺക്ലേവ് നടക്കുക. 20 തൊട്ട് 30 ദിവസം വരെ നീണ്ടുപോകാവുന്നതാണ് കോൺക്ലേവ് പ്രിപ്പറേഷൻ. അതിനുശേഷമാണ് ആരായിരിക്കും പുതിയ മാർപ്പാപ്പ എന്ന് തീരുമാനിക്കുക. 138 കർദിനാൾമാർ ചേർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനകത്ത് ഒരു പക്ഷേ ആഫ്രിക്കയിൽ നിന്നുള്ള ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ഒരു പോപ്പാകാം. അങ്ങനെ ഒരു ആദ്യത്തെ പോപ്പായിരിക്കും, ആഫ്രിക്കൻ വംശജനായിട്ടുള്ള ആദ്യത്തെ പോപ്പ് ആകാം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ തരത്തിൽ ഘാനയിൽ നിന്നുള്ള ടർസൻ ബിഷപ്പിന്റെ പേരും എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സംസ്കാര ചടങ്ങുകളുടെ സമയം സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. കർദിനാൾമാർ ഇന്ന് അവൈലബിൾ കർദിനാൾസ് മീറ്റിംഗ് അവിടെ നടക്കും. അതിലായിരിക്കും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങുക. മരണത്തിന് തൊട്ടു മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് നടത്തിയ ആഹ്വാനം നടപ്പാകുമോ എന്നറിയേണ്ട നിമിഷങ്ങൾ കൂടിയാണ് മുന്നിലുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നുമായിരുന്നു ഈസ്റ്റർ സന്ദേശത്തിൽ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത്. Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sancti. Amen. ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആഹ്വാനം സ്വീകരിക്കാൻ ഇസ്രയേലും അമേരിക്കയും ഹമാസും തയ്യാറായാൽ മധ്യേഷ്യയിൽ സമാധാനം പുലരും. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണം. എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. ആഗോളതലത്തിൽ ജൂതവിരുദ്ധതയിൽ ആശങ്ക അറിയിച്ച മാർപ്പാപ്പ ഗാസയിലും ഇസ്രയേലിലും യുദ്ധത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും വ്യക്തമാക്കി. ഗാസയിൽ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണമെന്നും ലോകത്തോട് അഭ്യർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ആഹ്വാനത്തോട് അനുകൂലമായോ പ്രതികൂലമായോ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അനുശോചന സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു: മധ്യേഷ്യയിലെ സമാധാനത്തിനും ബന്ദികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകളെ വേണമെങ്കിൽ പോസിറ്റീവായും വ്യാഖ്യാനിക്കാം. To share my deepest condolences with the Christian world, the Catholic world, and with the Christian communities here in Israel, the Holy Land, and Catholics in the United States for their great loss on the passing of His Holiness Pope Francis. You and I are both people of faith, and I know we share the deepest hope that his memory inspire acts of kindness and unity, dialogue between peoples, and hope for humanity. ജൂതവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ പോപ്പെന്ന നിലയിലും ഇസ്രയേൽ സന്ദർശിക്കുകയും സയനിസ്റ്റ് ദാർശനികനായ
തിയോഡോർ ഹെർസലിന്റെ ശവകുടീരം സന്ദർശിച്ച ആദ്യ പോപ്പെന്ന നിലയിലും ഇസ്രയേൽ ജനതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പ്രത്യേക അടുപ്പമുണ്ട്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് മാത്രം പലസ്തീനോടുള്ള രാഷ്ട്രീയ തീരുമാനം ഇസ്രയേൽ മാറ്റണമെന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന്റെ തീയതിയും സമയവും ഇതുവരെ അറിയിച്ചിട്ടില്ല. പാപ്പയുടെ മരണശേഷം മൃതദേഹം പൊതുവെ നേരത്തെ അപർണ പറഞ്ഞതുപോലെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്കരിക്കുക. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ സ്വദേശി ജിയോവന്നി ബാറ്റിസ്റ്റയായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ഫെബ്രുവരി 14 മുതൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് വത്തിക്കാനിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു 88-കാരനായ പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷത്തോളമായി പോപ്പ് ഫ്രാൻസിസിന്റെ ആരോഗ്യനില മോശമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് പ്ലൂറസി എന്ന ശ്വാസകോശത്തിന്റെ ആവരണത്തെ ബാധിക്കുന്ന അസുഖം ബാധിച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ടുണ്ട്. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ചുമതല ഏൽക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു അത്. മാർച്ച് 13 ഇറ്റാലിയൻ സന്യാസിയും കവിയുമായ വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ സ്മരണാർത്ഥം ചേർന്ന പേപ്പൽ കോൺക്ലേവിന് ശേഷം പോപ്പ് ബെനഡിക്റ്റിന്റെ പിൻഗാമിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പരമ്പരാഗതമായി കാമർലെങ്കോ എന്ന മുതിർന്ന വത്തിക്കാൻ ഉദ്യോഗസ്ഥനാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുക. നിലവിൽ ആ സ്ഥാനം ഐറിഷ് വംശജനായ കർദിനാൾ കെവിൻ ഫാരലാണ് വഹിക്കുന്നത്. കർദിനാൾ ഫെറൽ മാർപ്പാപ്പയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിൽ സന്ദർശിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുകയും ചെയ്യുമെന്ന് പരമ്പരാഗത ചടങ്ങുകളെ അനുസ്മരിച്ച് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. എങ്കിലും മെഡിക്കൽ മാർഗങ്ങളിലൂടെ ഡോക്ടർമാർ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കാനും സാധ്യതയുണ്ട്. ഒരു മാർപ്പാപ്പ വൈദ്യചികിത്സകളോട് പൂർണ്ണമായും പ്രതികരിക്കുന്നത് നിർത്തി നിശ്ചലമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുദ്രമോതിരം വികൃതമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഭരണകാലയളവിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ പേപ്പൽ അപ്പാർട്ട്മെന്റുകൾ സീൽ ചെയ്യുകയും ചെയ്യും. മാർപ്പാപ്പയുടെ മരണം വത്തിക്കാൻ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ലോകത്തെ അറിയിക്കുന്നതിന് മുൻപായി മുതിർന്ന സഭാ നേതൃത്വത്തിന്റെ ഭരണസമിതിയായ കോളേജ് ഓഫ് കാർഡിനൽസിനെ കാമർലെങ്കോ അദ്ദേഹം മരിച്ചതായി അറിയിക്കും. മാർപ്പാപ്പയുടെ മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ സംസ്കരിക്കും. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ സ്വദേശി ജിയോവന്നി ബാറ്റിസ്റ്റാറിയായിരിക്കും മാതൃസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. പൊതുവെ മാർപ്പാപ്പയെ സംസ്കരിക്കുന്നത് വത്തിക്കാൻ ഗ്രോട്ടോസിലാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന കല്ലറയാണിത്. എന്നാൽ റോമിലെ തന്റെ പ്രിയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ സാന്താ മരിയ മാഗിയോർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്ന് 2023 നൽകിയ ഒരു അഭിമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു. മാർപ്പാപ്പയുടെ മരണശേഷം ദുഃഖാചരണം 9 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പൊളിറ്റിക്കോയിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ കാലയളവ് നോവൻഡിയേൽ എന്നറിയപ്പെടുന്നു. ഇതൊരു പുരാതന റോമൻ ആചാരമാണ്. ഈ കാലയളവിൽ പതിവ് പാരമ്പര്യമനുസരിച്ച് പോപ്പിന്റെ മൃതദേഹം പേപ്പൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രദർശിപ്പിക്കും. പലപ്പോഴും മാർപ്പാപ്പമാരുടെ മൃതദേഹം എംബാം ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. ചിലരുടെ അവയവങ്ങൾ സംസ്കരിക്കുന്നതിന് മുൻപായി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. റോമിലെ ട്രെവി ഫൗണ്ടിന് സമീപമുള്ള ഒരു പള്ളിയിൽ 2-ൽ പരം മാർപ്പാപ്പമാരുടെ ഹൃദയങ്ങൾ മാർബിൾ കലശങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് തിരുശേഷിപ്പുകളായി സംരക്ഷിച്ചു വരികയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മൃതദേഹം പൊതുജനങ്ങൾക്ക് ദർശനം നടത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ മാതാ അമൃതാനന്ദമയി അനുശോചനം രേഖപ്പെടുത്തി. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗം നമ്മെല്ലാം അഗാധമായ ദുഃഖത്തിലാഴ്ത്തുന്നു. സംഘർഷം നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് അദ്ദേഹത്തിന്റെ വേർപാട് തീരാ നഷ്ടമാണ്. ചിന്തയിലും പ്രവൃത്തിയിലും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. വിശാല വീക്ഷണവും മനുഷ്യസ്നേഹവും തികഞ്ഞ വ്യക്തിത്വമായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. സത്യം ലോകത്തെ അറിയിക്കേണ്ട അവസരങ്ങളിൽ അദ്ദേഹം നിർഭയം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും
ഒരു യഥാർത്ഥ സന്ദേശവാഹകനെയാണ്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. ആദരണീയനായ പോപ്പ് ഫ്രാൻസിസിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് നിത്യശാന്തി പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയുടെ സ്നേഹവും അല്ലെങ്കിൽ കാരുണ്യവും ഒക്കെ ജീവിതത്തിൽ പലതരത്തിലായിരിക്കും ഓരോരുത്തർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. വ്യക്തിപരമായ ഒരു അനുഭവം, ഒരു സുഹൃത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കരൾ മാറ്റിവെക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ കരളിന് വേണ്ടി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കെഡാവർ ലിവർ കിട്ടാനില്ലാത്ത സാഹചര്യമായിരുന്നു. 2015 ഈ സംഭവം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ വരുന്നു. ഈ സുഹൃത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ വടക്കൻ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വരുന്നു. ലിവർ നൽകാൻ, കരൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. അദ്ദേഹം വരാനുണ്ടായ ഒരേ ഒരു കാരണം ആ വർഷമായിരുന്നു മാർപ്പാപ്പ അവയവദാനത്തെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞത്. അവയവദാനമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ധർമ്മമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ ആഹ്വാനം കേട്ടാണ് അദ്ദേഹം ഈ കരൾ ദാനത്തിന് തയ്യാറായത്. ഞങ്ങളുടെ സുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ആ കരൾ നൽകിയ ആളും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. അത് മാർപ്പാപ്പയുടെ ആ വാക്കുകളുടെ ഒരു മഹത്വം കൊണ്ട് മാത്രമായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങളെപ്പോലുള്ളവർക്കും ലഭിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരിടം. ഈ ദിവസത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകാം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. പരാതി ഇല്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി സിനിമയിൽ ആഭ്യന്തര പരാതി പരിഹാര സമിതി മുൻപാകെ അറിയിച്ചു. വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. കൈകൊടുത്ത് പിരിഞ്ഞ ഇരുവരും സിനിമയുടെ പ്രചാരണവുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കി. ഷൈൻ ഇന്ന് താരസംഘടനയായ അമ്മയ്ക്കും മറുപടി നൽകും. അതിനിടെ ഈ ഇന്റേണൽ കമ്മിറ്റി യോഗം നടന്ന വേദിയെ ചൊല്ലി പുതിയൊരു വിവാദം ഉണ്ടാവുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വിൻസി ആദ്യം തൊട്ടേ പറയുന്നത് ഇത് സിനിമയ്ക്കകത്ത് ഈ പ്രശ്നം പരിഹരിക്കണം, നിയമപരമായി പോകാൻ താല്പര്യമില്ല എന്നതാണ്. അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? എന്താണ് ഈ വേദിയെ ചൊല്ലിയുള്ള പുതിയ വിവാദം? ശ്രീജ, എന്തായാലും വിൻസിയുടെ വെളിപ്പെടുത്തലും പിന്നീടുണ്ടായ വിവാദങ്ങളുമൊക്കെ ഏറെക്കുറെ ഒതുങ്ങിയ മട്ടാണ്. ഇന്നലെ ഐസിക്ക് മുന്നിൽ ഇരുവരും ഹാജരായി. അവരുടെ ഭാഗങ്ങൾ ഐസി കേട്ടു. എന്തായാലും അതിനൊക്കെ ഒടുവിൽ ഒന്നിച്ചിരുന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടൊക്കെ സംസാരിച്ചു. ആ സംസാരങ്ങൾക്കൊക്കെ ഒടുവിൽ വിൻസിക്ക് മറ്റ് പരാതികളൊന്നുമില്ല എന്ന് വ്യക്തമായി. ഷൈൻ മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു. തൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ ആ ഒരു സ്വാതന്ത്ര്യം എടുത്താണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വിൻസിക്ക് അത് വിഷമമായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി തൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരം പരാമർശങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഷൈൻ പറഞ്ഞു. എന്തായാലും ഷൈൻ്റെ ഖേദപ്രകടനം വിൻസി ഏതാണ്ട് അംഗീകരിച്ച മട്ടാണ്. മറ്റു പരാതികളിലേക്കോ വിവാദങ്ങളിലേക്കോ ഒന്നും പോകണ്ട, ഐസിയുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കാമെന്ന് വിൻസിയും പറഞ്ഞ് ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞിട്ടുണ്ട്. ഇനി ഐസി ഈ റിപ്പോർട്ട് സിനിമയുടെ നിർമ്മാതാവ്, സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവിന് കൈമാറും. നിർമ്മാതാവായിരിക്കും ഇനി ഇത് ഫിലിം ചേംബറിന്റെ ഇന്റേണൽ കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. എന്തായാലും ഇന്ന് തന്നെയായിരിക്കും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇനി ഷൈനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് നോക്കി കാണേണ്ടത്. ഇനിയിപ്പോൾ പരാതി നൽകിയ ആൾക്കും പരാതി കേൾക്കുന്ന ആളുകൾക്കും ഒന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോവിനെ പതിവ് പോലെ വെറുതെ വിടാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ആ നടപടിക്രമം എന്താണെന്ന് ഇന്ന് തന്നെ അറിയാൻ സാധിക്കും. അമ്മ അടക്കമുള്ള സംഘടനകളൊക്കെ ഏതാണ്ട് ഇതൊന്നും ഒതുങ്ങിത്തീരുന്നെങ്കിൽ തീരട്ടെ, മറ്റ് കടുത്ത നടപടികളിലേക്കൊന്നും പോകേണ്ടതില്ലല്ലോ എന്നൊരു നിലപാടിൽ തന്നെയാണ്, ഒരു നിലപാടൊക്കെ എന്ന് അയഞ്ഞ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ഈ ഇന്നലെ ചേർന്ന ഐസി സമിതിയുടെ യോഗം ചേർന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലായിരുന്നു. പക്ഷേ ഇതൊരു സ്വതന്ത്ര അധികാരമുള്ള ഒരു സമിതിയാണ്. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും സിനിമാ സംഘടനകളുടെ സ്വാധീനത്തിലൊന്നും വലയങ്ങളിലൊന്നും അകപ്പെടരുത്. അവർ എവിടെയാണോ യോഗം ചേരുന്നത് അതുപോലും അതീവ രഹസ്യമായിരിക്കണം. പ്രത്യേകിച്ച് സിനിമാ സംഘടനകളുടെ ഓഫീസുകളിലൊന്നും ഇവർ യോഗം ചേരാൻ പാടില്ല എന്നൊക്കെ കർശന നിർദ്ദേശമുണ്ട്. കാരണം ഈ ഐസിയുടെ തീരുമാനപ്രകാരം അത് ഇപ്പോൾ ആരോപണ വിധേയനെതിരെ കടുത്ത നടപടി വേണമെന്ന് പറഞ്ഞാൽ അത് പോലീസിന് നൽകിയാൽ പോലീസിന് പോലും
നടപടിയെടുക്കാൻ പറ്റുന്ന അത്രയും ഒരു ജുഡീഷ്യറിയുടെ സ്വഭാവമുള്ളൊരു സമിതി തന്നെയാണ് പോഷ് ആക്ടിൽ വരുമ്പോൾ. പക്ഷേ ഇന്നലെ ഇവിടെ കണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലായിരുന്നു അവർ ഈ ഒരു ഇരുവരെയും കേൾക്കാനായി വിളിച്ചത്. അവിടെയാണെങ്കിൽ ചില പ്രൊഡ്യൂസർമാരും ഉണ്ടായിരുന്നു. സിനിമയുടെ പ്രൊഡ്യൂസർ അടക്കം അവിടെ എത്തി എന്നുള്ളത് ഫിലിം ചേംബറിൽ തന്നെ വലിയൊരു എതിർ സ്വരങ്ങൾക്ക് ഉയരാൻ കാരണമായിട്ടുണ്ട്. കാരണം ഫിലിം ചേംബർ അടക്കം ഇത് അതീവ രഹസ്യമായി വെക്കുകയായിരുന്നു. മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊന്നും എവിടെയാണ് ഈ യോഗം നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഒപ്പം ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഈ സിനിമാ സംഘടനകളിലെ ഓഫീസുകളിലൊന്നും ഈ യോഗം ചേരാൻ പാടില്ല എന്നുകൂടി ഫിലിം ചേംബർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വിപരീതമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് ഈ യോഗം നടത്തിയത് IC ഇരുവരെയും കേട്ടത് വലിയ വിവാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇവർക്കിടയിൽ തന്നെ ഒരു തർക്കത്തിലേക്ക് നിന്നിട്ടുണ്ട്. എന്തായാലും ഇന്റേണൽ കമ്മിറ്റിയിലടക്കം അതിൽ ആ ഒരു നിലപാട്, ICയുടെ നിലപാട് ശരിയായിട്ടില്ല, അങ്ങനെ പ്രൊഡ്യൂസർമാരുടെ ഓഫീസിൽ വെച്ച് അത് യോഗം ചേരാൻ പാടുള്ളതല്ലല്ലോ എന്നൊരു വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും അതിലൊക്കെ ഇനി എന്തായിരിക്കും ഫിലിം ചേംബർ ഒരു പ്രതികരണത്തിനൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയിക്കോട്ടെ ഇതിലൊരു മറുപടി ഒന്നും നൽകിയിട്ടില്ല. ഇന്നലെ ചില പ്രൊഡ്യൂസർമാരും ഈ IC യോഗം ചേരുന്ന അല്ലെങ്കിൽ ഇവരെ കേൾക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനത്തിലേക്കൊക്കെ വഴങ്ങിയോ എന്നൊരു സംശയമാണ് ഫിലിം ചേംബറും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വിൻസിയും ഷൈൻ ടോം ചാക്കോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ ഒതുങ്ങിയ മട്ടാണ്. ഇനി എന്താണ് ICയുടെ റിപ്പോർട്ട് അത് പുറത്തു വരുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതിയാകും. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. അതേസമയം ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ടെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് അത്യാവശ്യം പ്രശ്നത്തിലേക്കായിരിക്കും ഇരുവരെയും കൊണ്ടുപോവുക. തസ്ലിമ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഷൈനിനും ശ്രീനാഥിനും ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് അറസ്റ്റിലായതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച തസ്ലിമ താൻ 5 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലായിരുന്നു ഈ ജയിൽവാസം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, ഒരു വിധത്തിൽ ഷൈനെ സംബന്ധിച്ച് വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായും അടുത്ത ബന്ധം, അതൊരു ലഹരി വിക്കൽ വാങ്ങൽ ബന്ധമല്ല, അതിനപ്പുറത്തുള്ളൊരു ബന്ധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം വലിയ കുരുക്കിലേക്കല്ലേ അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത്? ശ്രീജ, ഈ കേസിൽ, അതായത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ആദ്യഘട്ടം മുതൽ തന്നെ എക്സൈസ് സ്ഥിരീകരിക്കുന്ന 2 പേരുകളാണ്. ഒന്ന് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും. അത് എക്സൈസ് ഇവരെ അന്വേഷണ സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ തസ്ലീമയുടെ മൊഴി കൂടാതെ ഇവരുടെ ഫോണിൽ നിന്നുള്ള വിശദാംശങ്ങൾ എക്സൈസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധം അത് കുറച്ചുകൂടി അടുത്ത ബന്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ലഹരി വിൽപ്പന നടത്തുന്ന ഒരു ക്യാരിയർ എന്നതിനപ്പുറത്തേക്ക് ഇരുവരും തമ്മിൽ ഈ ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ആണെങ്കിലും തസ്ലീമയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ അവർ എക്സൈസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരുമിച്ച് ലഹരി ഉപയോഗം അടക്കമുള്ള, ഒരേ സ്ഥലത്ത് താമസിക്കുക, ഒരുമിച്ച് ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തസ്ലീമ കൊണ്ടുവന്ന കഞ്ചാവ്, അതായത് ഈ സുൽത്താൻ ഈ തസ്ലീമയെ വിൽക്കുന്നതിനായി ഏൽപ്പിച്ച കഞ്ചാവ് 6 കിലോ ആണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ്, അതായത് ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസങ്ങളിൽ ഇവർ എറണാകുളത്താണ് ഉണ്ടായിരുന്നത്. എറണാകുളത്തെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ഇതിൽ വിറ്റഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എക്സൈസിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അക്കാര്യങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ തസ്ലീമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച തന്നെ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ചോദ്യം ചെയ്യാനായി വിളിക്കും എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. മാത്രമല്ല, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ചലച്ചിത്ര താരങ്ങളുമായി ഉണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് തസ്ലീമയുടെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 2 വ്യക്തികളാണ് ഇവർ എന്നുള്ള വിവരമാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്നലെ 6 മണിയോടെയാണ് ഇവരെ കസ്റ്റഡിയിൽ എക്സൈസ് സംഘത്തിന് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒറ്റയ്ക്കുള്ള ചോദ്യം ചെയ്യലാണ്. അത് ഇന്നും തുടരും. വൈകിട്ടോടു കൂടി ഒരുമിച്ചിരുന്നുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ലഹരിക്കടത്ത് മാത്രമല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും ഇവർ തസ്ലീമ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി അവർ പറയുന്നത് 2017 സ്വർണ്ണക്കടത്ത് കേസിൽ ഇവർ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത്.
ഇവര് സ്ഥിരീകരിച്ചു. അത് ഡൽഹി സ്വർണം നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത്. തുടർന്ന് 5 ദിവസത്തോളം തിഹാർ ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഒക്കെ ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വർഷങ്ങൾ നീളുന്ന സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളാണ് തസ്ലീമയ്ക്കും സുൽത്താനും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നത്തെ ദിവസം സിനിമാ താരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ഇവരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചാറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിലെ കേസ് അത്ര നിസ്സാരമായി കൈകാര്യം ചെയ്ത ചലച്ചിത്ര താരങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒന്നായിരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചോദ്യം ഇവരിൽ നിന്ന് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. വയനാട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗവും നടക്കും. പ്രത്യേക ക്ഷണിതാക്കളായ 500 വ്യക്തികളെ മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംവദിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കും ഇന്ന് തുടക്കമാകും. വൈകിട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ തിരക്കേറുന്നു. ഇന്നലെ കാസർഗോഡ് ആരംഭിച്ച മേളയിൽ ഡിജിറ്റൽ സർവേ പാഠങ്ങളുമായി സർവേ ഭൂരേഖ വകുപ്പ് സെമിനാർ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിലാണ് സെമിനാർ അവതരിപ്പിച്ചത്. വരുന്ന 30 ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കും. 2ാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് കേരളത്തിലുടനീളം എന്റെ കേരളം പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും മേളയും കാസർഗോഡ് കാലിക്കട്ട് മിനി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനമടക്കം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കാസർഗോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യ സർക്കാരിന് നേതൃത്വം നൽകിയ സഖാവ് EMS തെരഞ്ഞെടുക്കപ്പെട്ടത് നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരമൊരു സർക്കാരിന് നേതൃത്വം കൊടുത്ത EMS മത്സരിച്ച മണ്ണിൽ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണെന്ന് പിണറായി പറഞ്ഞു. ക്ഷേമ പെൻഷൻ 600 രൂപ നേരത്തെ 18 മാസം കുടിശ്ശിക 2016 ഈ കഴിഞ്ഞ ഗവൺമെന്റ് LDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുക. ഇപ്പോഴ് 1600 60 ലക്ഷം പേർക്ക്. ഇതെല്ലാമല്ലേ നാടിന്റെ അടുത്ത്. മേളയുടെ ഭാഗമായി സർവേ ഭൂരേഖ വകുപ്പ് ഡിജിറ്റൽ സർവേ മേഖലയിലെ വെല്ലുവിളികളും നേട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ സർവേ രംഗത്ത് രാജ്യത്ത് തന്നെ അഭിമാനകരമായ നേട്ടമാണ് കാസർഗോഡ് ജില്ല കൈവരിച്ചിരിക്കുന്നതെന്ന് ADM P അഖിൽ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ 129 വില്ലേജുകളിൽ 39 വില്ലേജുകളിൽ ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ചെന്നും 30 എണ്ണത്തിൽ പൂർത്തിയാക്കിയെന്നും ഇത് ജില്ലയുടെ സ്വപ്ന പദ്ധതിയാണെന്നും ADM പറഞ്ഞു. കുജാറുള്ളവാർ വില്ലേജിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. റവന്യൂ ഭരണത്തിന് രേഖകൾ കൈമാറിയതിന്റെ അതുപോലെ 30% വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മൾ മറ്റ് ജില്ലകളെക്കാൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു നേട്ടമാണ്. 2022 തുടക്കമിട്ട ഡിജിറ്റൽ സർവേ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 1550 വില്ലേജുകളിലാണ് ഡിജിറ്റൽ സർവേ നടത്താൻ തീരുമാനിച്ചത്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സർവേ പൂർത്തിയായാൽ ഭൂവുടമയ്ക്ക് വിരൽത്തുമ്പിൽ ഭൂരേഖകൾ ലഭ്യമാകും. ഒപ്പം ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും തിട്ടപ്പെടുത്താനാവും. ആദ്യ 6 മാസത്തിൽ 200 വില്ലേജുകൾ എന്ന രീതിയിൽ 4 വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. നേരത്തെ 1924-34 കാലഘട്ടങ്ങളിൽ മലബാർ പ്രദേശത്ത് അന്ന് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് തീർപ്പാക്കൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഭൂമി അളവും കാര്യങ്ങളൊക്കെ നടത്തി. തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ 1886 തന്നെ തുടങ്ങി 1911 അവസാനിക്കുന്ന രീതിയിലേക്ക് ആ മേഖലയിലും സർവേ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പഠനക്കാടായിരുന്നു ക്ഷണിക്കപ്പെട്ട 500 പേരുമായി മുഖ്യമന്ത്രിയുടെ സംവാദം നടന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, വ്യവസായ പ്രമുഖർ, സാമുദായിക നേതാക്കൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. മെയ് 23 വരെയാണ് സർക്കാർ വാർഷികാഘോഷം. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലെത്തുകയാണ്. ഹർജിയിൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് റിപ്പോർട്ട് നൽകും. സുകാന്തിനെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇത്തവണ IB
ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതടക്കമുള്ള നടപടികളുമായാണ് പേട്ട പോലീസ് അങ്ങോട്ട് എത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പോലീസ് കോടതിയെ അറിയിക്കുക? ശ്രീജ, പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐബിയുടെ നടപടി. കഴിഞ്ഞ ദിവസമാണ് സുഗാന്തിനെ പിരിച്ചുവിട്ടുള്ള ഉത്തരവുണ്ടായത്. പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല. ഈ പെരുമാറ്റ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആറുകൾ കൂടി പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഐബി പോയിരിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യം, അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണം, ഇത്തരം വകുപ്പുകൾ ചേർത്താണ് നേരത്തെ തന്നെ പോലീസ് കേസെടുത്തിരുന്നത്. പേട്ട പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തന്നെ ഹൈക്കോടതിയിലെത്തിയിരുന്നു. എന്നാൽ അതിൽ അനുകൂലമായൊരു തീരുമാനമല്ല കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, അറസ്റ്റിന് തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പ്രതി എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ 24-നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. തുടർച്ചയായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വഞ്ചന ഉണ്ടായത്. പിന്നീട് ഗർഭചിത്രം നടത്തുകയും ചെയ്തു. അതിന് വ്യാജരേഖകൾ ചമച്ചു. ഈ വ്യാജരേഖകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്നാണ് എഫ്ഐആറിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്തത്. തുടർച്ചയായി പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തിരുന്നു. ശമ്പളമായി കിട്ടുന്ന തുക പ്രതി പലപ്പോഴായി കൈപ്പറ്റി പിന്നീട് പെൺകുട്ടിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം, പെൺകുട്ടിയുടെ അമ്മയെ ഉൾപ്പെടെ വിളിച്ച് ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറയുകയായിരുന്നു. ഇതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. പ്രതിയാകട്ടെ ഈ സംഭവത്തിന് ശേഷം, ആത്മഹത്യ നടന്നു എന്നതിനറിഞ്ഞ ശേഷം കൊച്ചിയിലെ ഓഫീസിൽ നിന്ന് മലപ്പുറത്തെ വീട്ടിലേക്ക് പോയി അവിടെ കുടുംബാംഗങ്ങളുമായി ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോഴും എവിടെ എന്ന കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം അവിടെ അന്വേഷണ സംഘം വീട് തുറന്ന് പരിശോധന നടത്തി ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള നടപടികൾ, നിയമപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ പ്രതി എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ശ്രീജ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കൽ തുടങ്ങി വള്ളങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും വിധം പൊഴിയുടെ മധ്യഭാഗം ആദ്യം മുറിക്കാനാണ് തീരുമാനം. നാളെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പൊഴി മുറിക്കൽ വേഗത്തിലാക്കും. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ വ്യാഴാഴ്ച മുതലപ്പൊഴിയിലെത്തും. മണലടിഞ്ഞുകൂടിയ പൊഴിമുഖം തുറക്കാൻ ഡ്രഡ്ജറുകളും കൂടുതൽ സംവിധാനവും എത്തിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് പൊഴിമുറിക്കാൻ മത്സ്യത്തൊഴിലാളികൾ അനുവദിച്ചത്. ഡ്രഡ്ജർ കടന്നുവരാനായി പൊഴിമുഖത്തിന്റെ മുക്കാൽ ഭാഗം മണൽ നീക്കം ചെയ്യും. ഉൾക്കടലിൽ ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ പൊഴി പൂർണ്ണമായി തുറക്കാൻ അനുവദിക്കൂ. കരാർ കമ്പനി മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിച്ചു. നമ്മുടെ ഒരു മാസമായിട്ട് ഈ മുതലപ്പൊഴി വിഷയമായിട്ട് സമരത്തിലായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു നമ്മുടെ തൊഴിലിന് വേണ്ടി ഞങ്ങൾക്ക് കടലോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കുക. അപ്പോൾ ഇപ്പോൾ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, പല ഉദ്യോഗസ്ഥരും നമുക്ക് വന്ന് വാക്ക് തന്നു. അതിവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നമുക്കത് ഇപ്പം അവർ പറയുന്നതിനകത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ, അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവരിപ്പം പൊഴിയുടെ മുറിച്ച് തുടങ്ങാമെന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. അപ്പൊ അവരതിൽ വെച്ചേക്കുന്ന ഒരു ഡിമാൻഡ്, ചന്ദ്രഗിരി പുറം കടലിൽ നിൽക്കുന്നത് അവർക്ക് പറ്റുന്ന സമയത്ത് മാത്രമേ അവർ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ വ്യാഴാഴ്ച ഉച്ചയോടെ മുതലപ്പൊഴിയിലെത്തും. കുഴിച്ചെടുക്കുന്ന മണൽ അഴിമുഖത്ത് നിന്ന് അപ്പോൾ നീക്കം ചെയ്യും. പൊഴി മുറിക്കുന്നതിന് തുടക്കമായെങ്കിലും കായലിൽ നിന്നും വെള്ളം കടലിൽ പ്രവേശിക്കാൻ ഇനിയും ആഴ്ചകളെടുക്കും. 3 മീറ്ററെങ്കിലും ആഴം അഴിമുഖത്തിനുണ്ടായാലേ ഇത് സാധ്യമാകൂ എന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി അവയെ കൊന്നു തള്ളി പലതവണ ഇൻഷുറൻസ് കൈക്കലാക്കി ക്ഷീര കർഷകൻ. മലപ്പുറം കുറ്റിപ്പുറം എടപ്പലത്താണ് ഈ കൊടും ക്രൂരത. സംഭവത്തിനെതിരെ ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. കുറ്റിപ്പുറം എടച്ചലത്താണ് ക്ഷീര കർഷകന്റെ കൊടും ക്രൂരത ശ്രദ്ധയിൽപ്പെട്ടത്. വിലക്കുറവിൽ കന്നുകാലികളെ വാങ്ങി ഭാരതപ്പുഴയിൽ തള്ളുകയാണ് ക്ഷീര കർഷകനായ അഹമ്മദ് കുട്ടിയുടെ പതിവെന്ന് ക്ഷീര കർഷക സംഘം പ്രവർത്തകർ പറയുന്നു. വെള്ളവും ഭക്ഷണവും നൽകാതെ ഇവയെ പുഴയോരത്ത് കെട്ടിയിട്ട് ദിവസങ്ങൾക്ക് ശേഷം ചത്ത കന്നുകാലികളെ വെട്ടിനുറുക്കി തള്ളുന്നതായാണ് പ്രദേശവാസികളായ ക്ഷീര കർഷകർ പറയുന്നത്. അത് 12 റുപ്യ, 15 റുപ്യ, 20 റുപ്യക്കൊക്കെ പശുവിനെടുത്തിട്ട് 70 റുപ്യ, 80 റുപ്യക്കൊക്കെ ഇൻഷൂർ ചെയ്യുക. ഇൻഷൂർ ചെയ്തിട്ട് ഇതാ കണ്ടില്ലെങ്കിൽ ഈ സ്ഥലത്ത് കൊടുത്തിട്ട് ഇതേപോലെ കൊടുത്ത് കെട്ടിട്ട് കുറഞ്ഞ കാലം കൊണ്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഇത് ചാവുകയാണ്. ചത്തിട്ട് പിന്നെ ഇൻഷൂറിന് ആളെ കൊടുത്തിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിന് കാശ് മേടിച്ച. ഇതാണ് ഇവന്റെ ഐഡിയ. ഇത്തരത്തിൽ ഇയാൾ 6ഓളം പശുക്കളെയാണ് കൊന്നു തള്ളിയത്. വലിയ തുക ഇൻഷുറൻസ് കൈക്കലാക്കാനാണ് മിണ്ടാപ്രാണികളോട് ഇയാളുടെ ഈ ദ്രോഹം. മൃഗഡോക്ടറുടെ ഒത്താശയോടെയാണ് ഇയാൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് തുക കൈക്കലാക്കുന്നതെന്നാണ് ആക്ഷേപം. മൃഗഡോക്ടറോട് ഇക്കാര്യം അറിയിച്ചെങ്കിലും
ക്ഷീര കർഷകർ പോസ്റ്റ്മോർട്ടം ആവശ്യവുമായി എത്തിയാൽ അത് ചെയ്തു കൊടുക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നാണ് പറഞ്ഞതെന്നും സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയ കർഷകർ പറയുന്നു. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടം വരെ ഡോക്ടർ വന്നുള്ളൂ, ഇവിടുന്ന് ഇറങ്ങിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഇറങ്ങാൻ വയ്യ, ഒന്നുകിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ഭാരതപ്പുഴ ഇട്ടിട്ട് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് പിന്നെ ഇത് സെക്രട്ടറിയോട് ചെന്ന് പറഞ്ഞത്രേ ഞാൻ ഇത് പീസാക്കി കഷ്ണമാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുഴിച്ചിട്ടിട്ടില്ല. അവൻ ഇത് 3-4 പ്രാവശ്യമായിട്ട് 3-4 തവണയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊന്തയിലിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കുളക്കാട്ടിൽ അംസാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ, ബാവാക്ക എന്ന് പറഞ്ഞ ഒരാൾ പോത്തിനെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് പോത്തുകൾ ഓടിയപ്പോഴാണ് ഇയാൾ ഇത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ പൈക്കുള്ള തലയും കാലും എടുത്തുടിയിൽ, കുടലും എടുത്തുടിയിലും മറ്റൊടുത്തുടിയിലായിട്ട് അവയവങ്ങളൊക്കെ എടുത്തുടിയിലായിട്ട് ഞങ്ങൾ കാണുന്നത്. മിണ്ടാപ്രാണികളെ പണത്തിനു വേണ്ടി കൊല്ലാക്കൊല ചെയ്യുന്ന ഇയാൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ് ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ. ഈ ക്രൂരപ്രവൃത്തി തടയണമെന്നും ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് ക്ഷീര കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 തിരൂർ. അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിട്ടും തിരുവനന്തപുരം ഈഞ്ചക്കൽ വഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം തുറന്ന് പ്രവർത്തിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകർ. കഴിഞ്ഞ 4 മാസമായി സംഘം പൂട്ടിക്കിടക്കുകയാണ്. BJP ബന്ധമുള്ളവരാണ് സഹകരണ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളതെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. 54 കോടിയുടെ തട്ടിപ്പ് നടന്ന സ്ഥാപനത്തിൽ 4 മാസം മുൻപ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർ എത്തി ഓഫീസ് തുറന്നത്. അതും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടാൻ വേണ്ടിയായിരുന്നുവെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. പ്രസിഡന്റ് K. വിജയകുമാർ ഉൾപ്പെടെ കേസിൽ നേരത്തെ റിമാൻഡിലായിരുന്നു. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരും ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരും ചേർന്ന് പണം തട്ടിയെന്നാണ് ആരോപണം. 21 ലക്ഷം നമ്മൾ 2013 ശേഷം കൊണ്ടിട്ട് 21 ലക്ഷം രൂപ കൊണ്ടിട്ട് നമ്മൾ 2019 ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി. 2019 കഴിഞ്ഞപ്പോൾ അവർ 20 ആകുമ്പോൾ തരാം, 20 ക്ലോസ് ചെയ്യാൻ അവർ കോവിഡിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് 21 22 തന്നില്ല. 22 അവസാനവും 23 പറഞ്ഞു. ഇപ്പം കുറച്ച് പ്രതിസന്ധിയിലാണ്, ആൾക്കാർ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്, റിക്കവറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റിക്കവറി നടന്നു പറഞ്ഞാൽ നിങ്ങളെ പൈസ തരാം. പിന്നെ അവന്മാർ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. 2024 ഡിസംബർ അവസാനമൊക്കെ ആൾക്കാർ FIR ഇട്ടനുസരിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. 4 പേരെ അറസ്റ്റ് ചെയ്യും. അവരെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. മൊത്തം 54 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംഘം തുറന്ന് പ്രവർത്തിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകുക, നിക്ഷേപം തിരികെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധം നടന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും സഹകരണ വകുപ്പ് ഊർജിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. വാൻസ് ഇന്ന് കുടുംബസമേതം ജയ്പൂർ സന്ദർശിക്കും. നാളെ താജ്മഹലും സന്ദർശിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വാൻസിനും കുടുംബത്തിനും അത്താഴ വിരുന്നൊരുക്കിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ നിർണായക പുരോഗതി ഉണ്ടായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സൗദി സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. 3ാം തവണയാണ് മോദി സൗദി സന്ദർശിക്കുന്നത്. സാമ്പത്തിക പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവയ്ക്കും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സൗദി അറേബ്യയുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗണ്യമായ പുരോഗതി ഉണ്ടായതായും യാത്ര പുറപ്പെടും മുൻപ് സമൂഹമാധ്യമമായ എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന്റെ 2ാമത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും സൗദിയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിൽ ഹാട്രിക് പുരസ്കാരത്തിന്റെ നിറവിലാണ് പത്തനംതിട്ട നഗരസഭ. മികച്ച ഹരിത നഗരസഭ, ഹരിത നഗരം, ഹരിത സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. നൂതനവും ക്രിയാത്മകവുമായ പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ നേട്ടം കരസ്ഥമാക്കിയത്. മികച്ച നഗരസഭ, ഹരിത നഗരം, ഹരിത സ്ഥാപനങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് നേട്ടം. ശാസ്ത്രീയ രീതിയിലെ മാലിന്യ നീക്കവും വഴിയോരങ്ങളിൽ പൂച്ചെടികൾ സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തിരുന്നു. നഗരത്തിലെ പ്രധാന സർക്കാർ ഓഫീസുകളിലെ മാലിന്യം ശേഖരിച്ച് വളമാക്കി മാറ്റി ഹരിതകർമ്മ സേനാംഗങ്ങൾ വിൽപ്പന നടത്തിയതിലൂടെ നഗരസഭയ്ക്ക് വരുമാനവും ലഭിച്ചു. വലിയ ബയോ ബിന്നുകൾ വെച്ചിട്ട് അത് മാറ്റാൻ കഴിയുന്ന ബയോ ബിന്നുകളിൽ ഈ ഭക്ഷ്യ അവശിഷ്ടങ്ങൾ ഓരോ ഓഫീസിലെയും പ്രത്യേകമായി തരംതിരിച്ച് എല്ലാ ദിവസവും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടെ എത്തി അത് ശേഖരിച്ചു കൊണ്ടുവന്ന് വളമാക്കി മാറ്റി. പാം ബയോ എന്ന മുനിസിപ്പാലിറ്റിയുടെ ബ്രാൻഡ് നെയിമിൽ ആ വളം വിൽപ്പന നടത്തി.
മാലിന്യ കൂമ്പാരമായിരുന്ന പത്തനംതിട്ട നഗരം വൃത്തിയാക്കി വിനോദത്തിനും വിശ്രമത്തിനും ടൗൺ സ്ക്വയർ ആക്കിയിരുന്നു. മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് നഗരത്തെ മാലിന്യമുക്തമാക്കാൻ സഹായിച്ചു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ നഗരസഭ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട. താമരശ്ശേരി ഷാബാസ് വധക്കേസിൽ പ്രതിസ്ഥാനത്തുള്ള കുട്ടികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ മുഖേനയാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളിയിരുന്നു. പി.വി. അൻവറിന് മുന്നിൽ ഉപാധികൾ വെക്കാൻ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അൻവറിനെ യുഡിഎഫിൽ പ്രത്യേക ക്ഷണിതാവാക്കി പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്യും. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കം സംഘടനയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയെന്നാരോപിച്ച് ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മമതാ ബാനർജിക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി ഡാൻ കുര്യനും CV അനുമോദുമുണ്ട്. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ സ്ട്രാറ്റജി വളരെ വ്യക്തമായിരുന്നു. തുടക്കത്തിൽ തന്നെ നോക്കിയാൽ UDF-ലേക്ക് കയറി പറ്റുക എന്നത് തന്നെയാണ് അൻവറിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതിന് അൻവർ സ്വീകരിക്കുന്ന വഴി അല്പം വളഞ്ഞാണ്. പക്ഷേ ഈ തൃണമൂൽ കോൺഗ്രസ് പോലൊരു ദേശീയ കക്ഷി ആയി ഈ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ എന്താണ് UDF-നകത്തുള്ള ചർച്ചകൾ? ആർക്കൊക്കെയാണ് ഇതിൽ അതൃപ്തിയുള്ളത്? ഏത് വിധേന ഈ പ്രശ്നം പരിഹരിക്കാം? പ്രത്യേകിച്ച് നിലമ്പൂർ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്തായാലും കോൺഗ്രസിന് നിന്നേ മതിയാവും. കാരണം ഒരു സമ്മർദ്ദതന്ത്രമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് ചർച്ചകൾ? മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തിയാണ് PV അൻവർ UDF-ലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ലെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അൻവറിനെ ഏത് വിധേനയും UDF-ന്റെ ഭാഗമാക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് ഘടകകക്ഷികൾ അനുകൂലിച്ചാൽ തന്നെ പ്രായോഗികമായ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു പാർട്ടിയുടെ പ്രതിനിധിയെ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളെ മുന്നണിയുടെ ഭാഗമാക്കണമെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അനുമതി തേടേണ്ടി വരും. അതോടൊപ്പം തന്നെ തൃണമൂൽ ദേശീയ നേതൃത്വവും അതിന് അനുമതി നൽകേണ്ടി വരും. കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് ഇന്നലെ നമ്മളോട് അനൌദ്യോഗികമായി വ്യക്തമാക്കിയത് കോൺഗ്രസിന് തൃണമൂലിനോടുള്ളതിനേക്കാൾ ശത്രുത തൃണമൂലിന് കോൺഗ്രസിനോടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ പാർട്ടിയെ, പ്രത്യേകിച്ച് അൻവർ ഉൾപ്പെട്ട് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഭാഗമാക്കുക എന്നത് പറയുന്നത് തികച്ചും അപ്രായോഗികമായ കാര്യമാണ്. അതല്ല എങ്കിൽ അൻവറിന് മാത്രമായി UDF-ന്റെ ഭാഗമാകാം. മറിച്ചാണെങ്കിൽ അൻവർ മറ്റൊരു കേരള ഘടകം പാർട്ടി രൂപീകരിച്ച് അങ്ങനെ UDF-ലേക്ക് എത്താൻ കഴിയും. പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് അൻവറിനെ മാത്രം UDF-ലേക്ക് എടുക്കാനുള്ള നീക്കത്തിനെതിരെ തൃണമൂൽ സംസ്ഥാന ഘടകം വലിയ അമർഷത്തിലാണ്. അങ്ങനെ ഒരു നീക്കത്തിന് PV അൻവർ വഴങ്ങാൻ പാടില്ല എന്നൊരു നിലപാടിലാണ് തൃണമൂൽ നേതൃത്വമുള്ളത്. പക്ഷേ അവരും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം അവർക്ക് ചേക്കേറാൻ മറ്റ് സ്ഥലങ്ങളില്ല. ഇടതുപക്ഷത്തോട് പടവെട്ടിയാണ് PV അൻവർ ഇങ്ങനെ ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തിയത്. അങ്ങനെയാണ് ആദ്യം DMK രൂപീകരിക്കുന്നു. പക്ഷേ DMK-യുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് അതിന്റെ ഭാഗമാകുന്നതിന് അനുമതി നിഷേധിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുന്നു. ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് അവരുടെ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുന്നു. ഇങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് UDF-ലേക്ക് ഈ പ്രായോഗികമായി തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമുണ്ട് എന്ന കാര്യം UDF നേതൃത്വം മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തൃണമൂൽ നേതാക്കളെ അറിയിച്ചത്. അൻവറിനെ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ PV അൻവറുമായി ചർച്ച നടത്തുക. അതിനുശേഷമായിരിക്കും ഇതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാകുക. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് PV അൻവറിനെ UDF-ൽ ഒരു പ്രത്യേക ക്ഷണിതാവാക്കിക്കൊണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും മറ്റ് ഘടകകക്ഷികളും സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ഇതിനോട്, ഈ ഫോർമുലയോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. CV അനുമോദ് കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇങ്ങനെ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്തും UDF-നും ഉള്ള സമയത്ത് നിലമ്പൂരിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? പ്രത്യേകിച്ച് അൻവറിനെ വേണം പക്ഷേ തൃണമൂലിനെ വേണ്ട എന്നൊരു നിലപാടെടുത്താൽ അൻവറിനൊപ്പമുള്ളവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അൻവർ മാത്രമായി UDF-ലേക്ക് കയറുക, അങ്ങനെ ഒരു സാധ്യത എന്തായാലും തൽക്കാലം ഇല്ലതാനും.
അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? അൻവറിനെ സംബന്ധിച്ച് UDF മുന്നോട്ട് വെച്ച, കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ ഫോർമുല ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അതായത് അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്നതാണെന്ന് പറയാതെ വയ്യ. കാരണം അൻവർ TMCയുടെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും അതിൻ്റെതായ ഘടകങ്ങൾ രൂപീകരിച്ച് ആളുകളെ ഒപ്പം കൂട്ടി അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് കേരള രാഷ്ട്രീയം മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻവർ മാത്രം മതി, TMC വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് UDF വന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു UDFനൊപ്പം ചേരാനുള്ള സാഹചര്യം തീർക്കാനായിരുന്നു അൻവറിന്റെ ശ്രമങ്ങളൊക്കെ. അതാണ് ഇപ്പോൾ ഈ ഒരു TMCയെ ഒഴിച്ചു നിർത്തിയുള്ള അൻവറിനെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങളുടെ തുടർന്ന് ഇപ്പോൾ അൻവറിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അൻവർ വളരെ ഈ ഒരു വിഷയത്തിൽ അത്ര സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ നിലപാടിലല്ല ഉള്ളത്. കാരണം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ താൻ ഉദ്ദേശിക്കുന്ന അൻവറിനെ UDF നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അൻവർ അവിടെ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ TMCയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ചോ വരെ എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അൻവർ മുൻപ് LDFൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള നെക്സസ് എന്ന ആരോപണം, ആ ആരോപണം വീണ്ടും പുറത്തെടുത്ത് അത് ഒരു പ്രചരണ വിഷയമാക്കി അൻവർ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് തന്നെ വേണം കരുതുവാൻ. അതായത് പൊളിറ്റിക്കൽ നെക്സസ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാണെന്ന അൻവറിൻ്റെ പഴയ ആ ആക്ഷേപം അത് അൻവർ വീണ്ടും ശക്തമാക്കും. എന്തുകൊണ്ട് തന്നെ മുന്നണിയിലെടുക്കുന്നില്ല, UDFന്റെ ഭാഗമാക്കുന്നില്ല എന്നതിൻ്റെ കാരണം LDFുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധം ഒരുപക്ഷെ UDF നേതാക്കൾക്കുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം വരെ അൻവർ പ്രചരണ വിഷയമാക്കാൻ ഒരുങ്ങിയേക്കാം. അതായത് അൻവറിനെ സംബന്ധിച്ച് ഏത് വിധേനയും UDFന്റെ ഭാഗമാകാതെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി നിലനിൽപ്പില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതിന് അൻവർ ഏത് സമ്മർദ്ദം തന്ത്രവും ഉപയോഗിക്കും. പക്ഷേ UDF ഇപ്പോൾ മുന്നോട്ട് വെച്ച ഈ കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. TMCയുടെ ഭാഗമായിട്ടുള്ളവരൊക്കെ തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അൻവറിനെ UDFിലേക്ക് കൊണ്ടുപോകുന്നതിനോട് യോജിക്കുന്ന നടപടിയല്ല, അവരുടെ അഭിപ്രായമല്ല അത്തരത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ അൻവർ നാളെ നടക്കുന്ന യോഗം വളരെ നിർണായകമാണ്. കേരള രാഷ്ട്രീയത്തിൽ അൻവറിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന യോഗം തന്നെയായിരിക്കും നാളെ നടക്കുക. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പല തരത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ അൻവർ പൂർണ്ണ മനസ്സോടെ പ്രചരണത്തിൽ UDFിനൊപ്പം നിൽക്കുക, അതല്ലെങ്കിൽ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് തൻ്റെ കരുത്ത് തെളിയിക്കുന്നത് ഒരു നടപടിയിലേക്ക് പോകും. അത് തീർച്ചയായും ഗുണം ചെയ്യുക ഈ ഘട്ടത്തിൽ അത് LDFനായിരിക്കും. കാരണം അൻവർ പിടിക്കാൻ പോകുന്ന, അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പിടിക്കുന്ന വോട്ടുകളിൽ അതിൽ കൂടുതൽ UDFന്റെ സാധ്യതയുള്ള മേഖലകളിൽ നിന്നായിരിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിലമ്പൂരിൽ UDFനെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തീർച്ചയായും. അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മൊത്തത്തിലൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ UDFും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്ന സമവായ ഫോർമുല അൻവർ അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. അൻവറിനെ മാത്രമായി UDFിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹ്മാൻ. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ പലതും CPM ആണ് പുറത്തുവിടുന്നത്. നിലമ്പൂരിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷയെന്നും KT അബ്ദുറഹ്മാൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ ശ്രീ KT അബ്ദുറഹ്മാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. UDFന്റെ ഘടകകക്ഷിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. 23-ാം തീയതിയിലെ ചർച്ച ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത്. മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അൻവറിനെ മാത്രമായി ക്ഷണിച്ചാൽ സ്വീകാര്യമാകും? അല്ല, അൻവർ ഇപ്പോൾ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് കൺവീനറാണ്. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു മുന്നണിയിലേക്ക് കൊണ്ടുപോവുക എന്നത് അസാധ്യമാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ അൻവറും തൃണമൂൽ കോൺഗ്രസും മൊത്തമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഏതായാലും ഉണ്ടാവുകയുള്ളൂ. തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. NCP നോർത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇവിടെ NCP ആരെ കൂടെയാണ്? ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. RJD നോർത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇവിടെ ആരെ കൂടെയാണ്? LDFിൻ്റെ കൂടെയാണ്. RSP നോർത്തിൽ ആരെ കൂടെയാണ്? പശ്ചിമ ബംഗാളിൽ RSP ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഇവിടെ UDFിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ
ഒരു പ്രയാസവും ഉണ്ടാവില്ല. 26-ലെ ഇലക്ഷനെ അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു അടിത്തറ പാകുന്നതാണ് ഈ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത്. UDFന് PV അൻവർ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കരുളായി പഞ്ചായത്തിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നിരുന്നു. PV അൻവറൊക്കെ അവിടെ പോയിട്ട് പ്രവർത്തനം നടത്തി വർക്ക് ചെയ്തു. 400-ലധികം വോട്ടുകൾക്കാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. അൻവർ വന്നതിന് ശേഷം ചുങ്കത്തറ പഞ്ചായത്ത്, അതുപോലെ പനമരം പഞ്ചായത്ത് ഈ UDFനോട് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചത് 18,000-ലധികം വോട്ടുകൾക്കാണ്. നിലമ്പൂരിൽ അൻവർ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയായിരിക്കും ചർച്ചയാകുന്നത്. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. UDFന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ, കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ, കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്ന സ്ഥാനാർത്ഥി ആരായാലും അവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നതായിരിക്കും ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത്. കേരളത്തിലെ സഖ്യസാധ്യത തള്ളാതെ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട സാഹചര്യം വരില്ല എന്നും അവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് 15 വയസ്സ് പ്രായമുള്ള 3 കുട്ടികളെ കാണാതായി. പൊന്നാനി സ്വദേശികളായ ഷാനിഫ്, റംനാസ്, കുഞ്ഞുമോൻ എന്നിവരെയാണ് കാണാതായത്. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത്. പൊന്നാനി പോലീസ് അന്വേഷണം നടത്തുകയാണ്. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, 3 കുട്ടികളെ ഞായറാഴ്ച മുതൽ കാണാനില്ല. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയായി. ഇവർ ഒന്നിച്ചു പഠിക്കുന്നവരാണോ? എന്തൊക്കെയാണ് നമുക്ക് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? സംബന്ധിച്ച് പോലീസിന് ലഭിച്ച ഒരു അറിയിപ്പാണ് നമ്മൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. 15 വയസ്സ് മാത്രം പ്രായമുള്ള 3 ആൺകുട്ടികളെ പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് വീട്ടുകാർ അറിയിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. 14 വയസ്സുള്ള റംനാസ്, അതുപോലെ തന്നെ ഷാനിഫ് 15 വയസ്സ്, കുഞ്ഞുമോൻ 15 വയസ്സ്, അങ്ങനെ 3 കുട്ടികളാണ്. ഇവർ ഒരുമിച്ച് പഠിക്കുന്നവരാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് ഇവരെ കാണാതായത്. തുടർന്ന് ഇവരെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് ഇവരുടെ ഫോട്ടോ വെച്ചും അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഇവർ ബാംഗ്ലൂർ മേഖലയിലേക്ക് പോകുമെന്ന സൂചനയാണ് വീട്ടുകാർ നൽകിയിട്ടുള്ളത്. പക്ഷേ കുട്ടികൾ അത്തരത്തിലൊരു സാഹസിക യാത്ര അതായിരിക്കാം എന്ന് വേണം പ്രാഥമികമായിട്ട് കരുതുവാൻ. നിറഞ്ഞ് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നവരെ എവിടെ കണ്ടാലും അറിയിക്കണമെന്ന അറിയിപ്പാണ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ശരി, പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് ഈ 3 പേരെ കാണാതായിട്ടുള്ളത്. 15 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. പെട്ടെന്ന് ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാവും. ഇവരെ നമുക്ക് അറിയാം, ഇതിനു മുൻപ് ഇങ്ങനെ കാണാതായ സമയത്തൊക്കെ വീട്ടുകാരുടെ ഒരു ആദ്യം അവസാനിപ്പിച്ചത് നമ്മൾ ജനങ്ങളാണ്. ആ കുട്ടികളെ കണ്ട് തിരിച്ചറിഞ്ഞ് വിവരം സുരക്ഷിതമായി പോലീസിനെ അറിയിച്ച് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അറിയിക്കാനാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ രൂപവൽക്കരണം ഇന്ന് നടക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പുതിയ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കുക. തർക്കം ഒഴിവാക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത നിർദ്ദേശം ഉള്ളതിനാൽ കൂടുതൽ അഴിച്ചുപണി ഉണ്ടാവില്ലെന്നാണ് വിവരം. കോട്ടയം എരുമേലിയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ച് കയറുന്നതിനിടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വഴിയാത്രക്കാർ. ഓട്ടോറിക്ഷയിൽ ഇടിച്ച ശേഷമാണ് കാറിന്റെ നിയന്ത്രണം വിട്ടത്. തിങ്കളാഴ്ച ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം എരുമേലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ നടന്നു വരുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ഈ കാർ വരുന്നത്. പക്ഷേ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ പോരാ, അത്യത്ഭുതകരമായി തന്നെ ആ കാറിന് മുന്നിൽപ്പെട്ട വഴിയാത്രക്കാർ, നടന്നു വരുന്ന ആളുകൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കോഴിക്കോട് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന്റെ ഗുണ്ടായിസം. ബസിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്ത മറ്റൊരു ബസ്സിലെ ഡ്രൈവർ പറമ്പിൽ ബസാർ സ്വദേശി റംഷാദാണ് അടുത്തിരുന്ന യാത്രക്കാരനെ ആക്രമിച്ചത്. റംഷാദ് മറ്റൊരു ബസ്സിലെ ഡ്രൈവറാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
ഇതോടെ ഇന്നത്തെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ലോകം മുഴുവൻ പ്രാർത്ഥനയിലാണ്. നമ്മളത് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് കാരുണ്യത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമായിരുന്ന ഒരു മനുഷ്യൻ്റെ വിട പറയലിനെ തുടർന്നുള്ള ദുഃഖമാണ്, പ്രാർത്ഥനയാണ്. ഇനി വത്തിക്കാനിൽ നിന്നുള്ള പുതിയ വാർത്തകൾ വരേണ്ടതുണ്ട്. അവിടെ സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുണ്ട്. ഒപ്പം ആരായിരിക്കും പുതിയ മാർപ്പാപ്പ? അത് ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു കറുത്ത വർഗ്ഗക്കാരനായിരിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. അതേസമയം തന്നെ അധികാരത്തിൽ ഇരുന്ന അത്രയും വർഷം 2013 മുതൽ ഈ 2025 ഈസ്റ്റർ ദിനം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും മനുഷ്യസ്നേഹത്തിന്റെ വലിയ സന്ദേശം പകർന്ന ആ മഹായിടയന് മുന്നിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ലെഗസി, പാരമ്പര്യം എന്നും തുടരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാവിലെ അവസാനിപ്പിക്കാം. ഇനി ന്യൂസ് 10 അപർണ കുറുപ്പ്.